വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദീർഘകാലം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പി രമേഷ് ബാബുവേട്ടന് ഓർക്കാട്ടേരിയിലെ പൗരാവലി നൽകുന്ന യാത്രയയപ്പിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സഹകരണ സെമിനാറിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി എന്നതിലുപരി ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രഥമ ജീവനക്കാരനും ആദ്യത്തെ സെക്രട്ടറിയുമായിട്ട് തുടക്കം മുതൽ സെക്രട്ടറി ആയിട്ടുള്ള രമേഷ് ബാബുവേട്ടൻ്റെ മഹത്തരമായ സേവനത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു യാത്രയയപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലത്തെ ഒരു സംരംഭം ആരംഭിക്കുവാൻ ബഹുമാനപ്പെട്ട ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാമായിരുന്ന ശ്രീ എ പി കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ ഭാവനയിൽ, ദീർഘവീക്ഷണമുള്ള ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമായിരുന്നു ഇതുപോലെ ഒരു കാർഷികേതര സഹകരണ ധനകാര്യ സ്ഥാപനം ആരംഭിക്കുക എന്നത്. അതിന് ആരാധ്യനായ സോഷ്യലിസ്റ്റും ഗാന്ധിയനുമായിരുന്ന ശ്രീ കെ കുഞ്ഞിരാമക്കുറുപ്പ് ഉൾപ്പെടെയുള്ള സമകാലികരായ സോഷ്യലിസ്റ്റുകളുടെ കൂട്ടായ്മ കൂടി ഉണ്ടായപ്പോഴാണ് ഇത്തരമൊരു സ്ഥാപനത്തിന് ജന്മം നൽകുന്നത്. അതിൻ്റെ തുടക്കം മുതൽ സെക്രട്ടറി ആയിട്ട് സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട് ആ കർത്തവ്യം വളരെ ലളിതമായി തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു മികച്ച കാർഷികേതര ധനകാര്യ സ്ഥാപനമായി വളർന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ധനകാര്യ സഹകരണ സ്ഥാപനങ്ങളിലെ ഒരു മികച്ച സ്ഥാപനമായി ഇന്ന് വളർന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു സംരംഭത്തിൽ ഏറ്റവും ലളിതമായി തുടങ്ങി ഇന്ന് സഹകരണ മേഖലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശ്രീ പി രമേഷ് ബാബുവിൻ്റെ അഗൈതവുമായ ആത്മസമർപ്പണത്തിനുള്ള നന്ദി കൂടിയാണ് ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സഹകരണ സെമിനാർ നമുക്കറിയാം, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ നട്ടെല്ലായിട്ടുള്ള സഹകരണ മേഖല ഒട്ടേറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സെമിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. സഹകരണ മേഖലയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായിട്ടുള്ള ഒട്ടേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സഹകരണ മേഖല നേടുന്ന പ്രയാസങ്ങൾ ഷെയർ ചെയ്യപ്പെടുക, അതിൻ്റെ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെയാണ് ഈ സെമിനാറിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ സെമിനാർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുൻ MLA-യും സോഷ്യലിസ്റ്റും സഹകരണ മേഖലയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മോഹനേട്ടനാണ്. KP MLA മോഹന MLA ആണ് ഈ സഹകരണ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നു. ശ്രീ മോഹനേട്ടനെ സ്നേഹപൂർവ്വം ഈ ഓർക്കാട്ടേരിയ പൗരാവലിക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ഇന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ശ്രീ CN വിജയകൃഷ്ണൻ സാറാണ്. വിജയകൃഷ്ണൻ സാറിനെ കുറിച്ച് ഈ വേദിയിൽ ആമുഖം ആവശ്യമില്ലെന്ന് തോന്നുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലെ വൈവിധ്യവൽക്കരണത്തിന് ഉത്തമോദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ സഹകരണ മേഖലയെ കേവല പാരമ്പര്യ ബാങ്കിങ് രീതികളിൽ നിന്നൊക്കെ മാറി വൈവിധ്യമായ ഒട്ടേറെ മേഖലകളിലേക്ക് സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളെ വ്യാപിപ്പിച്ച മഹത് വ്യക്തിയാണ് ശ്രീ CN വിജയകൃഷ്ണൻ സാറ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൽ ആരംഭിച്ച ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്ന MVR ക്യാൻസർ സെൻറ്റർ, ഇതുപോലെ ബ്ലാക്ക് എംപ്ലോയീസ് സൊസൈറ്റി പോലെ തന്നെ ഉള്ള ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ അണ്ടറിൽ ശ്രീ C വിജയകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണ മേഖലയിലും ഹോട്ടൽ സമുച്ചയങ്ങളിലൊക്കെ സഹകരണ മേഖലയിലെ വൈവിധ്യവൽക്കരണത്തെ വ്യാപിപ്പിച്ച് ഈ സഹകരണ മേഖലയ്ക്ക് പുതിയൊരു നാന്തി കുറിച്ച ഒട്ടേറെ സംഭാവനകൾ നൽകിയ മഹത്തായ ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ ഈ സഹകരണ സെമിനാറിൽ നമ്മളുമായി സംസാരിക്കാൻ കിട്ടിയത്. ഈ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ പോസിറ്റീവായി അദ്ദേഹത്തിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ അടുത്ത് AK അഗസ്തി സാറാണ്. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത തസ്തികയിൽ നിന്ന് വിരമിച്ച് ഈ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ
ശക്തമായി വളരെ സൂക്ഷ്മമായി പഠിക്കുകയും വിഷയങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ശ്രീ CN അഗസ്തി സാറിന് ഈ മേഖലയിലെ കോഴിക്കോട് ജില്ലയിലെ തന്നെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. പലപ്പോഴും പല സംശയങ്ങളും അധികാരികളൊക്കെ ക്ലിയർ ചെയ്യുന്നത് ശ്രീ അഗസ്തി സാറിനാണ്. അഗസ്തി സാറിൻ്റെ സാന്നിധ്യവും ഈ വേദിയെ ധന്യമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഗസ്തി സാറിനെ ഈ പൗരാവലിക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന് അഡ്വക്കേറ്റ് ഐ മൂസയാണ്. വടകരയിലെ മികച്ച ഒരു പ്രാസംഗികൻ. ഒഞ്ചിയം അർബൻ സൊസൈറ്റി പോലെ ഇതുപോലെ തന്നെയുള്ള ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് ഉന്നത നിലയിലെത്തിച്ചതും വടകരയിലെ ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങൾക്ക് സാരഥ്യം വഹിക്കുന്നതുമായ ശ്രീ ഐ മൂസയുടെ സാന്നിധ്യത്തെയും ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ പൗരാവലിക്ക് വേണ്ടി. ഒപ്പം പി ദാമോദരൻ മാസ്റ്റർ ഈ വേദിയുടെ മുന്നിൽ ആമുഖം ആവശ്യമില്ലെന്ന് തോന്നുന്നു. വടകര റൂറൽ ബാങ്കിൻ്റെ ദീർഘകാല പ്രസിഡൻ്റായിട്ടുള്ള സഹകരണ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും അറിയപ്പെടുന്ന വ്യക്തിത്വം. ഒട്ടേറെ നിർദ്ദേശങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളും സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാനും അനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്താനും ശ്രീ പി ദാമോദരൻ മാസ്റ്റർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദാമോദരൻ മാസ്റ്ററെയും ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ പരിപാടിയിൽ സഹകരണ സെമിനാറിൻ്റെ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ VK സന്തോഷാണ്. ബ്ലോക്ക് മെമ്പർ ഈ പരിപാടിയുടെ എല്ലാത്തിൻ്റെയും മുൻകൈയെടുത്ത് ഈ പരിപാടിക്ക് നേതൃത്വം നൽകി വരുന്ന VK സന്തോഷ് സ്നേഹത്തിൻ്റെ പേരിൽ ഔപചാരികതയുടെ പേരിൽ ശ്രീ VK സന്തോഷിനെ ബ്ലോക്ക് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ VK സന്തോഷിനെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന VK സന്തോഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി അർപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മഹത്തായ ബ്ലോക്ക് എംപ്ലോയീസ് സൊസൈറ്റിയുടെ നിയുക്ത സെക്രട്ടറി ആയിട്ടുള്ള സുഹൃത്ത് ശ്രീ അനീഷാണ്. അനീഷ് കുമാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രദേശത്തെ മുഴുവൻ സഹകരണ ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, സഹകാരികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, രമേശ് ബാബുവേട്ടൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഒപ്പം എല്ലാ സഹകാരി കുടുംബങ്ങളെയും ഈ ഓർക്കാട്ടേരിയുടെ പൗരാവലിക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട VK സന്തോഷ് കുമാർ അവர்களോട് ആവശ്യപ്പെടുന്നു. ദീർഘകാലം എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റും അതേപോലെ തന്നെ ഇന്നിവിടെ ഉണ്ടാക്കിയ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട NK ഗോപാലൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരു മിനിറ്റ് നേരം മുഴുവൻ ആളുകളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 37 വർഷത്തെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയായി ഇന്ന് ഈ മാസം 31-ാം തീയതി പിരിയുന്ന P രമേശ് ബാബുവിനുള്ള യാത്രയയപ്പ് സമ്മേളനത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു സെമിനാർ യാത്രയയപ്പ് സമ്മേളനത്തോടനുബന്ധിച്ച് അതിനു മുമ്പായിട്ടുള്ള സെമിനാറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ നേതാവായിട്ടുള്ള PR കുറുപ്പിൻ്റെ മകനും സഹകരണ ജീവനക്കാരുടെ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സെൻറ്ററിൻ്റെ ദീർഘകാലം സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ KP മോഹനനാണ്. രമേശ് ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയം വൈകിയത് കാരണം ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് ഇതോടനുബന്ധിച്ച് മറ്റൊരു പരിപാടി ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും രമേശ് ബാബുവിനെ കുറിച്ച് പറയുമ്പോൾ ഏറാമലയിലെ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമാണ് ബാബുവേട്ടൻ. എല്ലാവർക്കും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. എല്ലാവരോടും ചിരിച്ച് എല്ലാവരെയും സ്വന്തക്കാരെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ബാബുവേട്ടൻ ഇന്ന് ഇവിടെ യാത്രയയപ്പ് നൽകുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഏറാമല കേന്ദ്രീകരിച്ചുകൊണ്ട് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തിൽ അതിൻ്റെ നേതൃപരമായ പങ്കുവഹിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായി തന്നെ ഈ പ്രദേശത്ത് ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ യാത്രാ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ഞാൻ കൂടുതലായി അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഈ സഹകരണ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ മന്ത്രിയും
അതുപോലെ തന്നെ PR കുറുപ്പിൻ്റെ മകനും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മളോടൊപ്പം, പ്രത്യേകിച്ച് ബാബുവേട്ടൻ്റെ ഒരു ജ്യേഷ്ഠനാണ്, കുടുംബ സഹോദരനാണ് മോഹനാട്ടൻ. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സഹകരണ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായിട്ടുള്ള ശ്രീ KP മോഹനൻ MLA ക്ഷണിക്കുന്നു. രമേശ് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർ നൽകുന്ന ഏറ്റവും ഉചിതമായ ഒരു യാത്രയപ്പാണ് ഇവിടെ നടത്തുന്നത്. അതും ഇവിടെ വെച്ച് നടത്തുന്നു, VKK സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് രമേശ് ബാബുവിന് എത്രത്തോളം മനസ്സിൽ തട്ടിയ ഒരു യാത്രയപ്പായിരിക്കുമെന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലയിലും വളരെ സമുചിതമായ യാത്രയപ്പ് നൽകാൻ മുന്നോട്ട് വന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ആദ്യമായിട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ സഹകരണ സെമിനാർ സംഘടിപ്പിക്കുകയാണ്. ആ സെമിനാറിൻ്റെ വിഷയം സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളുമാണ്. അതിനെക്കുറിച്ച് ശ്രീ വിജയകൃഷ്ണൻ ഇവിടെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുമെന്നതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷേ സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് BC 400 വർഷങ്ങൾക്ക് മുമ്പേ, BC 400 വർഷങ്ങൾക്ക് മുമ്പേ ബ്രിട്ടനിൽ വെച്ചാണ് ആദ്യമായിട്ട് സഹകരണ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. അന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷകർക്കെതിരെ യന്ത്രങ്ങൾ വന്നതുകൊണ്ട് കർഷകർക്ക് ജോലിയില്ലാതായി പോകുമെന്ന് കരുതിയ ബ്രിട്ടീഷിൻ്റെ കർഷകർ അന്ന് ആരംഭിച്ചതാണ് ഒരു സഹകരണ പ്രസ്ഥാനം. ഇപ്പോൾ കാർഷിക മേഖലയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്ന രൂപത്തിൽ അന്ന് വന്ന ആ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ വ്യാപിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റെടുത്തത്. ഐക്യനാണയ സംഘം എന്ന പേരിൽ കേരളത്തിൽ പല സ്ഥലത്തും ആരംഭിച്ച, എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് പാനൂരിൽ ഒരു ഐക്യനാണയ സംഘം ഉണ്ടായിരുന്നു. ഇന്നത് 3-4 ബ്രാഞ്ചുള്ള സഹകരണ ബാങ്കായിട്ട് മാറി. ആ ഐക്യനാണയ സംഘം എൻ്റെ പിതാവും അനുജനും കൂടി ചേർന്നുകൊണ്ടാണ് ആരംഭിച്ചത്. അത് അന്നത്തെ കാലഘട്ടത്തെ ഐക്യനാണയ സംഘം എന്നറിയപ്പെടുന്ന ചെറിയ ഇടപാടുകൾ മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ സഹകരണ സ്ഥാപനങ്ങളിലൊന്നായിരുന്നു. പിന്നീട് കേരളത്തിൽ ഉടനീളം നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സഹകരണ സ്ഥാപനങ്ങൾ വന്നു. ആ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു തുക ആയിരുന്നു അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമായിട്ട് ലഭിച്ചത്, എന്തെങ്കിലും ഒരു തുക. അപ്പോൾ അത് ജീവനക്കാരെ സംബന്ധിച്ച്, കാരണം ജീവനക്കാരായിരുന്നു ആ സഹകരണ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നട്ടെല്ലായിട്ട് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരെ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 1969 ഏപ്രിൽ 19 നിയമസഭ പുതിയ സഹകരണ നിയമ ഭേദഗതിയോടുകൂടി പാസ്സാക്കിയത്. ഭേദഗതിയല്ല, സഹകരണ നിയമം പാസ്സാക്കിയത്. അതിനു മുമ്പേ ജീവനക്കാർക്കൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് സഹകരണ ജീവനക്കാരുടെ മാഗ്ന കാർട്ടയായിട്ട് മാറി എന്ന് മാത്രമല്ല, ഇന്നും അതിൻ്റെ ആയിട്ടുള്ള ആനുകൂല്യങ്ങളാണ് ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും അന്നത്തെ നിയമത്തിൽ വരുത്തേണ്ടി വന്നില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നത് ഡയറക്ടർമാർ 2-3 കൂടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കാലം അങ്ങനെ പോകുന്നു. PR കുറുപ്പ് 1969 സഹകരണ നിയമം 1969 ഏപ്രിൽ 19 സഹകരണ നിയമം നിയമസഭയിൽ പാസ്സാക്കിയത്. അന്നൊരു കാഴ്ചക്കാരനായിട്ട് ഗാലറിയിൽ ഞാനും ഉണ്ടായിരുന്നു. വളരെ ഹർഷാരവത്തോടുകൂടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്നുകൊണ്ട് ആ നിയമം പാസ്സാക്കിയത്. അങ്ങനെ പാസ്സാക്കിയ നിയമത്തെ ഞാൻ ഇന്നത്തെ പറഞ്ഞതുപോലെ പിന്നീട് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടില്ല. പിന്നീട് വന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ രൂപത്തിലുള്ളതായിരുന്നു. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വന്നു. ഇപ്പോഴാണ് വീണ്ടും അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പുതിയ മന്ത്രി
നമ്മുടെ ശ്രീ വാസവൻ അതിന് മുന്നോട്ട് വെച്ചത്. അതിൽ നിയമത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത് ഡയറക്ടർമാർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിനായാലും ഡയറക്ടർമാരായാലും ആരായാലും ഡയറക്ടർമാരായി തിരഞ്ഞെടുക്കുന്നവർക്ക് 2 കൊല്ലത്തെ കാലാവധി മാത്രമേ 2 ടേം കാലാവധി മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ മനയത്തിയതും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തുള്ള പലരോടും വിളിച്ച് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് 4 വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സഹകരണ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ ഇരുന്നുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തപ്പോൾ അത് 4 എന്നത് 3 ആക്കി ചുരുക്കി. 4 എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾ കുറേ ആളുകൾ ആവശ്യപ്പെട്ടു, അത് 3 ആക്കി ചുരുക്കി. അങ്ങനെ 3 ടേം ഡയറക്ടർമാരായിട്ട് തുടരാം എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. അത് ചെറിയ മാറ്റം, ഞാനത് പറഞ്ഞു, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ PR കുറുപ്പ് തുടങ്ങി വെച്ച ആ സഹകരണ പ്രസ്ഥാനം പിന്നീട് നമ്മുടെ സഖാവ് MBR ഒക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് MV രാഘവൻ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലുടനീളം അതിൻ്റെ ശൃംഖല വളരെ വിപുലമായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു. മെഡിക്കൽ കോളേജ് അടക്കം വിവിധ സ്ഥാപനങ്ങൾ. പിന്നീടാണ് ഞങ്ങളുടെ നാട്ടിൽ തലശ്ശേരിക്കാരനായ നാരായണൻ അതിൻ്റെ നല്ല രീതിയിലുള്ള, സാധാരണ പറയുമല്ല, നമ്മൾ അതേ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ അറ്റാച്ച്മെൻറ്റോടുകൂടി വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുകയും അതിനെ വളരെ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒരുപാട് സ്ഥാപനങ്ങൾ, കോളേജുകളടക്കം, അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ പഠിക്കുന്നവർക്കുള്ള വലിയ സ്ഥാപനങ്ങളടക്കം വന്നുകൊണ്ട് മുന്നോട്ട് പോയി. അവിടെയൊക്കെ തന്നെ സന്ദർശിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാനീ പറയാനുള്ള പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ലായിട്ട് മാറിയിരിക്കുകയാണ്. എത്രയോ ആളുകൾക്ക് അതിനോടുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ സമ്പാദ്യവും ഒക്കെ തന്നെ കൂടുതലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. അത് ഇന്നും തുടർന്നു കൊണ്ടുപോയതാണ്. ജീവനക്കാർ, എത്രയോ ജീവനക്കാർ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവനക്കാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ജീവനക്കാരാണ് ഈ രംഗത്തുള്ളത്. ആ ജീവനക്കാരൊക്കെ തന്നെ ഇന്നും വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന രൂപത്തിലേക്ക് വന്നിരിക്കും. അതിൽ ഒരാളായിട്ടാണ് രമേശ് ബാബുവിനെയും നമ്മൾ കാണേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ജീവനക്കാർക്ക് നല്ല രീതിയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന രൂപത്തിലേക്ക് വരികയും സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് വളർന്ന് പന്തലിച്ച് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വിവിധ രീതിയിലുള്ള സഹകരണ സംഘങ്ങൾ വന്നു. ഈ പറഞ്ഞ രീതിയിൽ സാമ്പത്തികമായ ഇടപാടുകൾ, മെഡിക്കൽ കോളേജുകൾ, വിദ്യാലയങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ അതിലൊക്കെ തന്നെ ചില ഇടപെടലുകൾ ഇന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചായിരിക്കും എനിക്ക് തോന്നുന്നത് ശ്രീ വിജയകൃഷ്ണൻ ഇവിടെ വളരെ ശക്തമായി സൂചിപ്പിക്കുക. കേന്ദ്ര സർക്കാർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണമെന്ന് ഉള്ള ഒരു ചിന്തയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ കേരളം ഒരിക്കലും അതിന് അനുവദിച്ചു കൊടുക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സഹകരണ മന്ത്രിയും ഒക്കെ തന്നെ ആണയിട്ട് നിയമസഭയിൽ പറഞ്ഞതാണ്, അതെല്ലാവരും ഏറ്റെടുത്തതുമാണ്. ഒരിക്കലും തന്നെ കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു കൂട്ടായ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇപ്പോൾ ഇന്ന് നടക്കുന്ന സെമിനാറിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലാണ്. കാരണം വടകര മേഖലയിൽ പ്രത്യേകിച്ച് സഹകരണ പ്രസ്ഥാനത്തിന് കുറേ ആഴത്തിൽ ചെന്നുകൊണ്ട് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു മാറ്റാണുള്ളത്. അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളതാകട്ടെ ഈ സഹകരണ സെമിനാർ എന്നും, ആ സെമിനാർ നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ബാബുവിൻ്റെ യാത്രയോടനുബന്ധിച്ചാണ് എന്ന് പറയുമ്പോൾ ഏറെ പ്രസക്തിയുണ്ടതാണ്. ശ്രീ വിജയകൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ വളരെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അത് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തേകാനും കഴിയുന്ന രൂപത്തിലേക്കാകട്ടെ എന്നുകൂടി പറയുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഇങ്ങനെയൊരു പരിപാടി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹകരണ മേഖലയുടെ നേരിടുന്ന വെല്ലുവിളികളും അതിനുള്ള പ്രതിവിധിയും എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കാനും അവതരിപ്പിച്ചുകൊണ്ട് അതിലുള്ള മാർഗരേഖകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കാനും നേതൃത്വം കൊടുത്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ രമേശ് ബാബുവിൻ്റെ യാത്രയാക്കപ്പെടുമ്പോൾ രമേശ് ബാബു എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സഹോദര തുല്യനാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ തന്നെ കുടുംബപരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുമായതുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. യാത്രയപ്പ് സമ്മേളനം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ആ സമ്മേളനത്തിൻ്റെ മറ്റ് പരിപാടികളൊക്കെ തന്നെ ഇനി
5 മണിക്ക് വീണ്ടും ഇവിടെ ആരംഭിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ അദ്ദേഹത്തിന് നടക്കുന്ന, ഞാനതാണ് പറഞ്ഞത്, വളരെ ഉചിതമായി ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചത് വളരെ ഉചിതമായി. രമേശ് ബാബുവിന് നടക്കുന്ന യാത്രയാപ്പിൽ ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിക്കുകയും ആ സെമിനാറിൽ ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയാനും കഴിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും മറ്റും പറയാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ചർച്ച ചെയ്യുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് രമേശ് ബാബുവിന് ഇനിയുള്ള നാളുകൾ സുഖമായിട്ട് കൂടുതൽ സഹകരണ പ്രസ്ഥാനവുമായിട്ട് യോജിച്ചു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവത്തോടുകൂടി നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. നിർത്തുന്നു. വിജേഷ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് നിർബന്ധമായും ക്ഷണിക്കണമെന്ന് സംഘാടക സമിതി തീരുമാനിച്ചപ്പോൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരണമെന്ന്, കാരണം ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനെ ഏറ്റവും അതിൻ്റെ നേതൃത്വപരമായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം ഇന്ന് കോഴിക്കോട് സിറ്റി സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് MBR ക്യാൻസർ സെൻ്ററിൻ്റെ ചെയർമാൻ. നമുക്കറിയാം MBR ക്യാൻസർ സെൻ്റർ എന്ന് പറയുമ്പോൾ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വലിയൊരു ആശുപത്രിയാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും സഹകരണ മേഖലയിലെ അദ്ദേഹം നൽകിയ സംഭാവനകളും വലുതാണ്. ഈ ചർച്ച നയിക്കുന്നതിനു വേണ്ടി ഏറെ പ്രിയപ്പെട്ട വിജേഷ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിഷയം അവതരിപ്പിക്കാൻ എന്നെ വിളിച്ച് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനുശേഷം വിവരമുള്ളവരെ വിളിക്കണം എന്നാണ് ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വിഷയാവതരണത്തിനൊന്നും പറ്റിയ ആളല്ല. ഏതായാലും ഇവിടെ വന്നപ്പോഴാണ് ഇത് നോട്ടീസ് അവിടെ നിന്നാണ് കണ്ടത്. അഗസ്റ്റിനെ പോലെയുള്ള ആളുകളൊക്കെ വിഷയം അവതരിപ്പിക്കാൻ, എൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ പറ്റിയ ആളുകളാണ്. ഏതായാലും എന്നെ നിങ്ങളേൽപ്പിച്ച കടമ, ഞാൻ ഇങ്ങനത്തെ പരിപാടി പരമാവധി ഒഴിവാക്കുന്ന ഒരാളാണ്. പക്ഷെ നിർബന്ധിച്ചിട്ട് നമ്മുടെ ഊരാളുകളുടെ പ്രസിഡൻറ്റ് നിർബന്ധമായി ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. എന്തെങ്കിലും ചെയ്യുക, സഹകരണ മേഖലയിൽ എന്തെങ്കിലും ചെയ്യുക, അതാണ് എന്നെപ്പോലത്തെ ആളുകളുടെ കടമ. അതിനെപ്പറ്റി പഠിച്ചിട്ടൊന്നുമല്ല, ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നുള്ള. ഇപ്പം നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളുടെ സ്ഥിതി എന്താണ്? സഹകരണ രംഗത്തെ സ്ഥിതി എന്താണ്? നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നാട്ടുംപുറത്ത് അല്ലെങ്കിൽ നമ്മളുടെ ആളുകളുടെ കയ്യിൽ, സാധാരണക്കാരൻ്റെ കയ്യിൽ പൈസ കിട്ടിയാൽ ആദ്യം മനസ്സിൽ വരുന്നത് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. പക്ഷെ ഇപ്പം ഈ നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഒക്കെ നമ്മുടെ മനസ്സിലെന്താ? സഹകരണ മേഖലയിൽ നിക്ഷേപിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദ്യം എവിടെ നിക്ഷേപിക്കണം എന്നാണ് ആലോചിക്കുന്നത്. നമ്മളെ വിശ്വാസം പോയിക്കൊണ്ടിരിക്കുക. ഓക്കെയിൽ നമുക്കൊരു പങ്കുണ്ട്, ഞാനടക്കമുള്ള സഹകാരികൾക്ക് പങ്കുണ്ട്. കട്ട വിഷയം ഉണ്ടാവാം, കളവ് നടത്തിയ കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അതൊക്കെ പാച്ചപ്പ് ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം എന്തായിരുന്നു? ഒരു സംഘത്തിന് ഒരാപത്ത് വരുമ്പോൾ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ജില്ലാ ബാങ്കില്ല. എന്നോട് രാഷ്ട്രീയമായിട്ട് ആർക്കും വിരോധം വേണ്ട. ഞാൻ അന്നും ഇന്നും കേരള ബാങ്കിനെതിരായിരുന്നു. കേരള ബാങ്ക് വന്നാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് RBIൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ ഒരു സംഘത്തിന് ഒരു പ്രതിസന്ധി വന്നാൽ സഹായിക്കാൻ ആരുണ്ട്? നമ്മുടെ
കോഴിക്കോട് JR ഓഫീസ് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. അന്ന് CN ആണ് സഹകരണ വകുപ്പ് മന്ത്രി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ആ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടു പോവും, അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച്. ഞാൻ പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചുകൊണ്ട് മാത്രം പറ്റില്ല, നിങ്ങൾ അടിയന്തരമായി മനയത്ത് ചന്ദ്രനെ വിളിക്കണം. അദ്ദേഹമാണ് ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡന്റ്. ഊരാളുങ്ങളിനെ വിളിക്കണം. അത് രണ്ടും അദ്ദേഹത്തെ കൊണ്ട് വിളിപ്പിച്ചു. ഞങ്ങൾ 3 കൂട്ടരും കൂടി ആണ് ഇന്ന് നിൽക്കുന്ന JR ഓഫീസ് ഉണ്ടാക്കിയത്. ഇന്ന് നമ്മൾ ആരെയാണ് വിളിക്കുക? കേരള ബാങ്കിനെ വിളിച്ചാൽ എന്താ സ്ഥിതി? സഹായിക്കാൻ കഴിയുമോ? നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? അതുകൊണ്ട് എന്ത് കൊട്ടി ഘോഷിച്ചാലും പറഞ്ഞാലും വേണ്ടില്ല, സഹകാരികൾക്ക് എന്ത് പറ്റുന്നു എന്ന് നോക്കിക്കാണുന്ന ഒരാളാണ് ഞാനൊക്കെ. കേരളത്തിൽ പുതിയ നിയമം വന്നിട്ടുണ്ട്. നിയമത്തെ സ്വാഗതം ചെയ്യുക. കാലത്തിൻ്റെ ഒഴുക്ക് എന്നൊക്കെ പറയില്ലേ. PR കുറുപ്പാണ് ആദ്യമായിട്ട് 69 സഹകരണ നിയമം, പൂർണ്ണ സഹകരണ നിയമം കൊണ്ടുവന്നത്. ആ സഹകരണ നിയമം പൂർണ്ണമായി മാറ്റുമ്പോൾ ആ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു എന്നുള്ളത് പ്രകൃതിയുടെ നിയമമായിരിക്കാം. ഞാൻ ഇവിടെ പ്രസംഗിച്ചല്ല, ഞാൻ അന്ന് തന്നെ ബില്ല് വന്നപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. ഇപ്പം മോഹന MLA ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രസംഗിച്ചല്ല, ആ പണി എനിക്കില്ലേനു. അതുകൊണ്ട് ആ നിയമം വന്നപ്പം ആ നിയമത്തിലെ ഒന്നൊഴിച്ച് ഏറെക്കുറെ എണ്ണത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുക. ഒന്നെന്താണ്? 3 ടേം എന്നുള്ള. ആദ്യം 2 ടേമായി കരട് വന്നപ്പോൾ, പിന്നീട് പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നായപ്പോൾ 3 ടേമായി. ഞാൻ ചോദിക്കുന്നത്, ആ പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ കൂടിയപ്പോൾ ജനാധിപത്യ വിരുദ്ധല്ലേ? നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, നിങ്ങൾക്ക് ജനറൽ ബോഡി പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് 3 ടേം ആയതുകൊണ്ട് നിങ്ങൾക്ക് മത്സരിക്കാനില്ലാത്ത അവകാശമില്ല എന്നാണ് പറയുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. അതാര് കൊണ്ടുവന്നാലും ജനാധിപത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ 3 ടേം ആയതുകൊണ്ട് ആണോ കളവ് നടന്നത്? ഇന്നത്തെ കരുവന്നൂർ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ കളവ് നടന്ന 3 ടേം ആയതുകൊണ്ടാണോ? കരുവന്നൂരിലെ ആളുകൾ 2ാമത്തെ ടേമിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം 3 ടേമോ 4 ടേമോ എന്നുള്ളതല്ല, നമ്മളെന്താ ചെയ്യുന്നത് എന്നുള്ള, നമ്മളെ മനസാക്ഷി എങ്ങട്ടാന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ്. സഹകരണ മേഖലയിൽ പ്രതിസന്ധിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ ആഴത്തിലുള്ള പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും? അത് ഈ ബില്ലിലുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് 10 ലക്ഷത്തിലും മേലെ ലോൺ കൊടുക്കാൻ ഇനി കഴിയില്ല. ഏറ്റവും നല്ല കാര്യമാണ്. കരുവന്നൂർ ബാങ്ക് സംഭവിച്ചതെന്താ? 75 1 കോടിയൊക്കെ ലോൺ കൊടുത്തു. അത് മര്യാദയ്ക്ക് തിരിച്ചു കിട്ടാതെയായി. കോവിഡ് വന്നു, പ്രതീക്ഷിച്ച രൂപത്തിൽ തിരിച്ചു കിട്ടിയില്ല. അത് കേരളത്തിലെ മുഴുവൻ സഹകരണ സംഘങ്ങളും ബാധിച്ചു. മലബാർ നമുക്ക് ഒഴിവാക്കാം. മലബാറിലെ സംഘങ്ങൾക്ക് വല്ലാതെ ബാധിച്ചിട്ടില്ല. പക്ഷെ 500ഓളം സഹകരണ സംഘങ്ങൾക്ക് ഏകദേശം ശമ്പളം കൊടുക്കാനില്ലാത്ത സ്ഥിതിയിലേക്ക് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ തിരിച്ചു കൊടുക്കാനില്ലാത്ത സ്ഥിതിയിലാണുള്ളത്. ഇത് മാറ്റിയെടുക്കണ്ടേ? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനസ്സ് മാറണം. എൻ്റെ ബാങ്ക് എന്നാണ് ആളുകളുടെ വിചാരം. ഉദാഹരണം, പുറമേരി ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഏറാമല ബാങ്കിന് സംഭവിക്കും, അത് ചോറോട് ബാങ്കിന് സംഭവിക്കും. അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് നോക്കിയിട്ടല്ല. ഇത്രയൊക്കെ വിശ്വാസമുള്ളൂ. എൻ്റെ പൈസ കിട്ടാഞ്ഞാൽ
അങ്ങേപ്പുറത്തെ ബാങ്കുകളിലെ ആളുകളും വന്ന് പൈസ എടുക്കും. പണമാണ് ആളുകളുടെ പ്രധാനം. അവൻ സ്വരൂപിക്കുന്ന പൈസയാണ്. അവൻ ആവശ്യത്തിന് വരുമ്പോൾ അവന് പൈസ തിരിച്ചു കൊടുക്കാനില്ലെങ്കിൽ സഹകരണ മേഖലൻ്റെ വ്യാപ്തിയും സഹകരണ മേഖലയുടെ കഴിവൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സഹകരണ മേഖലയിൽ 5 സ്റ്റാർ ഹോട്ടലുണ്ട്, സഹകരണ മേഖലയിൽ ക്യാൻസർ സെൻ്ററുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള അതാ ഞാൻ പറഞ്ഞ ഈ നിയമത്തിൽ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം. അത് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് 75 ലക്ഷം വരെ ലോൺ കൊടുക്കാനുള്ള പെർമിഷൻ വാങ്ങിയത് കാലിക്കറ്റ് സിറ്റി ബാങ്കായിരിക്കും. നാശം വിതച്ചതിൽ ഒരു പങ്ക് നമുക്കുണ്ട്. ഒരു പങ്കല്ല, വളരെ വലിയ പങ്ക്. ഇപ്പം എല്ലാ ബാങ്കിലും കിട്ടാക്കടമായി ഇരിക്കുന്നത് 10 ലക്ഷത്തിന് മേലെയുള്ള ലോണുകളാണ്. സമൂഹത്തിൽ മാന്യന്മാരായിരിക്കും, പക്ഷെ പൈസ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കില്ല. അവിടെ പോകുമ്പം അതിന് ന്യായീകരണങ്ങളുണ്ടാവാം. പിന്നെ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കുടിക്കടം പകർക്കലാ പണി. അദ്ദേഹം ചെയ്തത് അല്ലച്ച ആ ഭരണസമിതി ചെയ്തത് അയാൾക്ക് ലോൺ കൊടുത്തു എന്നുള്ള മാത്രം. പിന്നെ പിടിച്ചെടുത്തിട്ട് നമുക്ക് വിൽക്കാൻ കഴിയണ്ടേ? അത് കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിയമനത്തിൻ്റെ ഒരാളാണല്ലോ അവസ്ഥയല്ലേ. നിയമനങ്ങൾ മുഴുവൻ വിട്ടിരിക്കുക. അപ്പോൾ ക്രെഡിറ്റ് മേഖലയിൽ നിയമനം വേണമെങ്കിൽ എക്സാമിനേഷൻ ബോർഡിന് ഉപയോഗിക്കാം. ഈ വനിതാ സൊസൈറ്റികളൊക്കെ അതാത് പ്രദേശത്തുള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളല്ലേ. അവിടെയൊക്കെ എക്സാമിനേഷൻ ബോർഡ് ത്രൂ ആളുകളെ എടുക്കാൻ തുടങ്ങിയ സ്ഥിതി എന്തായിരിക്കും? ആ പ്രദേശമായിട്ട് അവർക്ക് എന്ത് ബന്ധമുണ്ടാവും? പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ സാധനമല്ലേ. അത് നമ്മൾ മറ്റ് ലെവലിലേക്ക് കൊണ്ടുപോയാലോ, PSC ലെവലിലേക്ക് കൊണ്ടുപോയാലോ പൈസ വാങ്ങിയ ആളുകളെ വെക്കുന്ന ആളുകളുണ്ടാകും. പൈസ വാങ്ങാതെ ഞങ്ങളെ UDF ആരും വെക്കലുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും 1 or 2 ഒക്കെ ഉണ്ടാകും. പക്ഷേ അഗസ്റ്റിൻ്റെ പാർട്ടി വെച്ചാൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, വെച്ചാൽ ലോക്കൽ കമ്മിറ്റി, അതുകൊണ്ട് അഴിമതിയാണ്. നിഷ്പക്ഷമുള്ള ആളുകൾക്ക് ജോലി കിട്ടുമോ? അത് കിട്ടില്ല. അപ്പം ക്രെഡിറ്റ് മേഖലയിൽ നിയമനം നടത്തുന്നത് പൂർണ്ണമായി അറ്റൻഡറടക്കം പിയൂണടക്കം അത് എക്സാമിനേഷൻ ബോർഡ് വേണമെന്ന് വിചാരിക്കുന്നവനാണ് ഞാൻ. കാരണം നമ്മളെ ക്രെഡിറ്റ് മേഖല അത്ര ഉയർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വനിതാ സൊസൈറ്റികൾ, അതർ സൊസൈറ്റികൾ, ഹൗസിംഗ് സൊസൈറ്റികൾ അതൊക്കെ അത്രമാത്രം ഉയർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റീൻ്റെ ഒന്നും സ്ഥിതി പറയണ്ട. ഇവിടുത്തെ ഹൗസിംഗ് സൊസൈറ്റീൻ്റെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ മുഴുവൻ സൊസൈറ്റികളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പം ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്ത, വിഷയം. ഇതിനൊക്കെ എന്ത് മാർഗമുണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിപ്പോൾ ജില്ലാ ബാങ്ക് ഇനി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. കേരള ബാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ മുകളിലുണ്ടായി. പക്ഷെ നമുക്ക് ഒത്തൊരുമിക്കാൻ കഴിയും. ഒരു ജില്ലയിലെ സഹകരണ സ്ഥാപനത്തിന് ഏതെങ്കിലും തളർച്ചയുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി അവിടുത്തെ JR വിളിച്ചിരുത്തി, പ്രമുഖ സഹകാരികളെ വിളിച്ചിരുത്തി, സഹകരണ സംഘങ്ങളെ വിളിച്ചിരുത്തി എങ്ങനെ സഹായിക്കാൻ കഴിയും നമുക്ക്? ഒരു ഉദാഹരണത്തിൽ ഒരു ബാങ്ക് അതിനൊരു 50 കോടി നഷ്ടം വന്നിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ആ 50 കോടി ഉണ്ടാക്കി കൊടുക്കണം. ഒരു 5 കൊല്ലത്തേക്ക് അവർക്ക് ഡിപ്പോസിറ്റായി കൊടുക്കണം. അവരെ നിയന്ത്രിക്കണം. അവർ ഗോൾഡ് ലോണല്ലാത്ത വേറൊരു ലോണും കൊടുക്കാൻ പാടില്ല. അവിടെ ശമ്പളം വാങ്ങുന്ന ആളുകൾ അടിസ്ഥാന ശമ്പളം വാങ്ങണം. അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. അല്ലെങ്കിൽ എത്ര കാലം? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്.
കേന്ദ്രത്തിൽ വീണ്ടും BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഇപ്പം ഇതൊന്നും ഞങ്ങൾക്ക് ബാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല. കേന്ദ്ര നിയമം വന്നാൽ കേന്ദ്രത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ അതിൻ്റെ കൂടെ പോവുകയല്ലാതെ മാറുകയില്ല. വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശക്തിയായി നേരിടും, ശക്തിയായിട്ടൊക്കെ നേരിടാം. അത് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ നേരിടാം. അല്ല നടപ്പിലാക്കാതെ ഇരിക്കാൻ കഴിയുമോ? ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക്, സഹാരികളുടെ മനസ്സിലേക്ക് BJP ഗവൺമെൻറ് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. വന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന സഹകരണ സംഘങ്ങളുടെയൊക്കെ സ്ഥിതി, ഏറാമല സർവീസ് സഹകരണ ബാങ്ക് വളമൊക്കെ വിറ്റാൽ മതി, പണ്ടെന്തായിരുന്നോ ചെയ്തിരുന്നത് അതൊക്കെ ചെയ്താൽ മതി, കൃഷിക്കാർക്ക് ലോൺ കൊടുത്താൽ മതി, തെങ്ങ് എന്താ അതിന് പറയാ, കെട്ട് തെങ്ങ്, അതിൽ അപ്പുറത്തേക്കൊന്നും കടന്നു പോകാൻ നമുക്ക് കഴിയില്ല. ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല, നടപ്പിലാക്കുമെന്നാണ്. ഞാൻ BJPയുടെ തന്നെ RBI ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല. BJPൻ്റെ ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പേര് പ്രസാർ ഭാരതിന്നോ അങ്ങനെ എന്താണ്, സഹകരണ ഭാരതിന്നോ, സഹകരണ ഭാരതി. അതിൻ്റെ ടോപ്പിൽ അഖിലേന്ത്യാ ലെവലിലുള്ള ആളാണ്. RBIയുടെ ഡയറക്ടറാണ്, നബാർഡിൻ്റെ ഡയറക്ടറാണ്, NCDCയുടെ ഏക മെമ്പറാണ്. അദ്ദേഹം കോഴിക്കോട് വന്നിരുന്നു, ഒരു സിമ്പോസിയത്തിൽ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇപ്പം എന്തിനേറെ നിങ്ങളോട് പറയുന്നത്, സത്യസന്ധമായി പറയാലോ, 3 മാസത്തേക്ക് നമ്മുടെ ബാങ്ക് ഒരു സ്കീം കൊണ്ടുവന്നിട്ട് അത് പരസ്യം ചെയ്തു. RBI നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഒന്നുകിലും നിങ്ങൾ നിർത്തുക അല്ലെങ്കിൽ അതിൻ്റെ പേര് മാറ്റുക. ബാങ്ക് എന്നുള്ള പേര് മാറ്റിയിട്ട് നിങ്ങൾ പരസ്യം കൊടുത്തോ. ഞാൻ പറഞ്ഞ 3 മാസത്തേക്ക് കൊടുത്തതാണ്, അവർക്കൊക്കെ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് അടുത്ത 20-ാം തീയതി വരെ നിങ്ങൾ ഒരു സമയം തരണം. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് പത്രത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. പത്രത്തിൽ ഇപ്പോഴും പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക, അത് വേറെ ഒരു വിശ്വാസക്കേട് ഉണ്ടാക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുക, സൊസൈറ്റിയിൽ നിന്ന് പേര് വന്നാൽ എന്താ നമുക്ക് നഷ്ടം? ഏറാമല സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പേര് വന്നാൽ എന്താ അവിടുത്തെ ഡിപ്പോസിറ്റ് പോവോ? എനിക്ക് വിശ്വാസമില്ല. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ള പേരങ്ങ് മാറ്റിയാൽ ഒരു സൊസൈറ്റി എന്ന് വന്നാൽ എന്താ? പണ്ടൊക്കെ സൊസൈറ്റി ആയിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് സൊസൈറ്റി പോകുമെന്ന ആളുകൾ പറയല്, ബാങ്ക് പോകുമെന്ന് പറയലില്ല. ഇവിടെ എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. എന്നെക്കാട്ട് ഏജുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അതിലേക്ക് പോയാൽ എന്താ നമുക്ക് നഷ്ടം? മാനസികമായി നമ്മളതിന് തയ്യാറാവണം. സൊസൈറ്റി ചെയ്യുന്ന കർമ്മത്തിന് നമ്മളുടെ ആത്മാർത്ഥതയുണ്ടോ? നമുക്ക് സത്യസന്ധതയുണ്ടോ? അത് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് വലിയ വളർച്ചയുണ്ടാക്കാൻ കഴിയണം. അതാണ് സമൂഹം ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാനുള്ളത് ഇത് തിരിച്ചെടുക്കുക, ഈ വിശ്വാസം തിരിച്ചെടുക്കുക. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസം തിരിച്ചെടുക്കുക. അതൊരു പരിധി വരെ ഈ പുതിയ ബില്ലിൽ ഞാൻ പറഞ്ഞ ഈ ജനാധിപത്യത്തെ ഒഴിച്ചാൽ ബാക്കി ഏറെ കാര്യങ്ങളിലും ഇപ്പം എന്താ വെച്ചാൽ എന്നോട് ദേഷ്യം അഗസ്റ്റിക്കുകയാണെന്ന് ഇത് സസ്പെൻഡ് ചെയ്യായിരുന്നു. ചോദ്യം ഉത്തരവൊന്നുമില്ല. അത് ഈ ബില്ലിൽ എടുത്ത് കളഞ്ഞു. ഏറ്റവും നല്ലൊരു സാധനമാണ് അത്. നമ്മളെ CM കൊണ്ടുവന്നതാ. ഏത് ഇവർ മൂസവക്കീലിനെ ഇരുത്തിയിട്ട് സ്റ്റേജിൽ ഇരുത്തിയിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബില്ല് കൊണ്ടുപോകുന്നു. അത് പിന്നെ അഗസ്റ്റീൻ്റെ പാർട്ടി വന്നപ്പോൾ നമ്മളൊക്കെ തകർത്താനുള്ള ബില്ലാക്കി മാറ്റി, അത് ഉപയോഗിച്ച്. പക്ഷേ ഏതായാലും അതെടുത്തു കളഞ്ഞത് ഏറ്റവും നല്ലതാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ആർക്കും ദേഷ്യമുണ്ടെങ്കിൽ
ഏതെങ്കിലും പാർട്ടിക്ക് ദേഷ്യം ഉണ്ടിച്ചാൽ സംഘത്തെ സസ്പെൻഡ് ചെയ്യാം, ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്യുക. ആ സസ്പെൻഷൻ ഇനി നിലവിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. ഏതായാലും സഹകരണ പ്രസ്ഥാനം നിലനിന്നാൽ മാന്യമായി ജീവിക്കുന്ന 1-2 ലക്ഷം ആളുകൾ, 1 ലക്ഷത്തോളം ആളുകളും, അതുപോലെ ഈ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ എത്ര കാലം അത് വാങ്ങുക? കടകംപള്ളി പോകുമ്പം ചോദിച്ചതിനെക്കാട്ടും ജാസ്തി കണ്ടു കൊടുത്തു. ചോദിച്ചത് കുറച്ചേ ചോദിച്ചുള്ളൂ, അതിനെക്കാട്ടും ജാസ്തി കൊടുത്തു. ഇപ്പം ഇവരെ ശമ്പളം ഇവിടുന്ന് എടുത്ത് കൊടുക്കുക. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ വരുമാനം എത്ര, നമുക്കെത്ര ശമ്പളം കിട്ടുന്നത്? നിങ്ങൾ ഹോസ്പിറ്റൽ ജീവനക്കാരെ ശമ്പളം കണ്ടിട്ടുണ്ടോ? കഠിനാധ്വാനം ചെയ്യുക ഒരു നേഴ്സ്, അവർക്ക് മാക്സിമം കിട്ടുന്നത് 32,000 രൂപയാണ്. നമുക്കോ, നമ്മുടെ ജീവനക്കാർ PTSന് എത്രയാണ് കിട്ടുന്നത്? ഒരു 20,000 രൂപ കിട്ടില്ലേ? പിന്നെ ഞങ്ങൾ സഹകാരികൾക്ക് 10 കൊല്ലമായിട്ട് ഓണറേറിയം, സീറ്റിംഗ് ഫീ ഒന്നും വർദ്ധിപ്പിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് തോന്നൂല ഏതെങ്കിലും പോസ്റ്റ് വരുമ്പോൾ ആളെ പോസ്റ്റ് ചെയ്യണമെന്ന്. ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ആരുണ്ട്? സഹകാരികളെ 10 കൊല്ലമായിട്ട് അവിടുത്തെ, ഞാൻ പറയുന്നത് ഈ ഓണറേറിയം വേണ്ടാന്ന് വെക്കുന്നതാണല്ലേ. ലാഡറിൻ്റെ ചെയർമാനാണ് ഞാൻ. പോട്ടെ, കേരള ബാങ്കിൻ്റെ പ്രസിഡൻറ്റിന് കിട്ടുന്ന ഗോപി ഓട്ടമുറിക്കലിന് കിട്ടുന്നത് 20,000 രൂപയാണ്. അതിൽ 2,000 രൂപ ഇത് പിടിക്കുകയും ചെയ്യും, ബാക്കി 18,000 രൂപയാണ്. അതൊന്നും കൂട്ടുമ്പോൾ ഞങ്ങളൊക്കെ സേവനം ചെയ്യേണ്ടവർ. എന്നാൽ ബാക്കിയുള്ള MLA-മാരൊക്കെയോ ഓരോ ടൈം ഒന്ന് 3 പോയാ, ഓരോ ടൈം 3 MP-മാർക്ക് 3 MLA-മാർക്ക് MP ആയിട്ട് മത്സരിക്കുക, എന്നിട്ട് അത് രാജിവെക്കുക. എത്രയാണ് നഷ്ടം നിങ്ങൾ ആലോചിച്ച് നോക്കണം. MLA-മാർക്ക് എത്ര പ്രാവശ്യം പോവാം? 90 വയസ്സിൽ MLA ആവാം. 50 വയസ്സുള്ള 50 കൊല്ലം MLA ആയ ആളുകളുണ്ട്. എന്ത് അതൊന്നും 3 ടേമാക്കുമ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയാൽ മതിയല്ല. MP-മാർക്കും MLA-മാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും ഒരു 3 ടേം. ഈ സഹകരണത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ചോദിക്കാനും പറയാനോ. പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നിച്ച് കൈയടിച്ചാണ്. ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് നമ്മളതിൻ്റെ ഉള്ളിലില്ലാത്തതുകൊണ്ടാണ്. ഇല്ലാച്ച ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിക്കലും ഭരണത്തിൽ വരരുത് തന്നെ പോലത്തെ ആളുകളുടെ ആഗ്രഹം വെട്ടി തുറന്ന് നമുക്ക് പറയാലോ ആളുകളെടുത്ത്. അതുകൊണ്ട് സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ, സഹകരണ മേഖലയെ നാട്ടിൽ നിലനിർത്താൻ എല്ലാവരും ആലോചിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്ലാവില വീഴുന്ന കണ്ടിട്ട് മറ്റൊരു പ്ലാവിലകൾ ചെറുക്കരുത്. എല്ലാ ഇലകളും വീഴും എന്ന് നിങ്ങൾക്ക് തോന്നണം. കോഴിക്കോട് ജില്ലയിൽ തന്നെയെങ്കിലും നമുക്കൊത്തൊരുമിച്ച് നിന്ന് ഏതെങ്കിലും സ്ഥാപനത്തിന് പ്രയാസം വന്നിട്ടുണ്ടെച്ചാൽ അത് കൂട്ടി യോജിപ്പിക്കാൻ കഴിയണം. അതിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ JR ഓഫീസിൽ വേണം. അത് നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നുമില്ല. അഗസ്ത്യ അടക്കമുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവസാനത്തെ കണ്ണികളിലായിരുന്നു അഗസ്ത്യൊക്കെ. അദ്ദേഹത്തെ ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ആളുകളെ നമുക്ക് ആലോചിക്കാൻ കഴിയണം. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ആലോചിക്കണം. അവരിപ്പം പറയുന്നത് എന്താ വെച്ചാൽ സഹകരണ മേഖല പൊട്ടിപ്പോയാൽ എന്താ ഞങ്ങളെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കുന്ന അവരെ ചിന്താഗതി അത്രയേ ഉള്ളൂ. ഇത് പൊളിഞ്ഞോ എന്നുള്ളതല്ല പ്രശ്നം. അത് പൊളിഞ്ഞാൽ ഞങ്ങളെ വേറെ ഏതെങ്കിലും കൃഷി വകുപ്പിലേക്കോ മറ്റു വകുപ്പിലേക്കോ ഒക്കെ മാറ്റും. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൻ്റെ കാര്യമല്ല. ഇതൊരു സമൂഹത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ആകത്തുകയാണ്. സഹകരണവും ടൂറിസവും ഇല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒരു സാധനം കടന്നു വരാൻ പോകുന്നില്ല. അതിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ജോലി കൊടുക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ IT ആണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ മേഖല ശക്തിപ്പെടുത്താനും ഈ മേഖലയിൽ തളർന്നു പോയിട്ടുള്ള വിശ്വാസം വീണ്ടെടുക്കാനും നമുക്ക് കഴിയണം. അതിനാവട്ടെ ഈ സിമ്പോസിയം എന്ന് പറഞ്ഞുകൊണ്ട് വിഷയാവതരിപ്പിക്കലൊക്കെ കൃത്യമായിട്ട് ഇനി അഗസ്ത്യ പറയും.
എൻ്റെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെ വിളിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായ ബഹുമാന്യനായിട്ടുള്ള അഗസ്റ്റിൻ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വെല്ലുവിളികളും പരിഹാരമാർഗങ്ങളും തുടങ്ങുമ്പം ആദ്യം അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റിലാണ് തുടങ്ങേണ്ടത്. നമ്മൾ വിശ്വാസ്യത നമുക്ക് നഷ്ടപ്പെട്ടു, അത് വീണ്ടെടുക്കുക. ഇപ്പം വിശ്വാസ്യത നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ആളുകളിലൊരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മേഖലയിലുള്ള കുഴപ്പങ്ങൾ 50% അതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം മീഡിയക്കാരിവിടെ ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ മീഡിയ, അതായത് പത്രങ്ങളും ചാനലുകളുമാണ്. അപ്പം ഞാൻ സർവീസിലിരിക്കുമ്പോഴും പിരിഞ്ഞപ്പോഴൊക്കെ വിജയകൃഷ്ണേട്ടനെ പോലെയുള്ള ആളുകളോട് ആലോചിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനെന്താ പരിഹാരമാർഗം എന്നുള്ളത്. അപ്പം ഞാൻ അന്ന് വെച്ചൊരു സജഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മേഖലയിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സംഘങ്ങളും കൂടെ ചേർന്ന് ഇതിന് വേണ്ടിയിട്ടൊരു കൺസോർഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാനൽ മേഖലയിലും പത്രമേഖലയിലും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാർത്ത കൊടുക്കുന്നത് എന്തിനാണെന്ന വിചാരം? നമ്മളോട് ശത്രുത ഉണ്ടായിട്ടൊന്നുമല്ല. സഹകരണ ബാങ്കുകളോട് ശത്രുത വലിയ തോതിലുണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ വാർത്ത കൊടുക്കുന്നത് ഈ വാർത്ത വിറ്റുപോകും നന്നായിട്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഹകരണ മേഖലയിലെ ഡയറക്ടർമാർ, പ്രസിഡൻറ്റുമാർ, ഉദ്യോഗസ്ഥന്മാർ, ഇവരോടൊക്കെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ വിചാരം? ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും സേവനം അനുഷ്ഠിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരോടും ജനങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. നിങ്ങളെ കാണുമ്പം എഴുന്നേറ്റേക്കും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ലോൺ കിട്ടണം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് നിങ്ങളെല്ലാം സൊസൈറ്റിയിലെ ചെറിയ ജോലിക്കാരായിരുന്നു. അപ്പോൾ പവിക്കിൻ്റെ വേട്ടനൊക്കെ ബാങ്കിൽ ചേർന്ന കാലത്ത് അറിയാമല്ലോ ബാങ്ക് എങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പിന്നീട് ഇവരൊക്കെ പിരിയുമ്പോഴത്തേക്ക് നല്ല കറങ്ങുന്ന കസേരയും AC റൂമും ഇതെല്ലാമായ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര അസൂയാണ്. അപ്പോൾ അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല, നമ്മുടെ ഒരു പൊതു സ്വഭാവമാണത്. ആരെങ്കിലും നന്നായാൽ അവരോട് അസൂയ തോന്നും. അപ്പോൾ ഈ അസൂയ കാരണമാണ് എന്തുണ്ടായത്, ഈ ചാനൽ വാർത്തകൾക്ക് ഇതുപോലെ റേറ്റിംഗ് കിട്ടിയത്. അപ്പോൾ അത് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവർക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? കരുവന്നൂർ എന്നുള്ളൊരു പേര് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഈ ആളുകളെല്ലാം കൂടി ഒരു പരസ്യം കൊടുത്തിരുന്നെങ്കിൽ കരുവന്നൂർ എന്നുള്ളൊരു പേര് പോലും ഉണ്ടാവില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കൺസോർഷ്യം ഉണ്ടാക്കുക. ഏഷ്യാനെറ്റ് ന്യൂസിന് ഇന്ന് ഉച്ചയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് തിങ്കളാഴ്ച ദിവസം കൊടുക്കുക, ചൊവ്വാഴ്ച മനോരമയ്ക്ക് കൊടുക്കുക, ബുധനാഴ്ച മാതൃഭൂമിക്ക് കൊടുക്കുക, പിന്നെ വ്യാഴാഴ്ച 24-ന് കൊടുക്കുക. അങ്ങനെ മാറി 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 ഓരോ പരസ്യം കൊടുത്തു വെച്ചാൽ ഈ നമ്മുടെ സംഘത്തെപ്പറ്റി വലിയ സ്റ്റോറി ചെയ്യുന്ന ആൾ തന്നെ ഏറാമല ബാങ്കിൻ്റെ മുമ്പിൽ നിന്ന്, ഞാൻ ഏറാമല ബാങ്കിൻ്റെ മുമ്പിൽ നിന്ന് തത്സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ സ്റ്റോറി ചെയ്യും. അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, സെക്രട്ടറിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ ബാങ്ക് ഇങ്ങനെ ഭയങ്കര ബാങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യും. ഇതൊന്നും ചെന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള വാർത്ത. ആ വാർത്ത വരുമ്പം എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഞങ്ങളുടെ തൊട്ടിൽപ്പാലത്ത് പണ്ട് ഒരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. മൂപ്പർക്ക് ഒരു 2 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഏതാളെയും ചീത്ത വിളിക്കും. അപ്പോൾ ഈ ചീത്ത വിളി പേടിച്ചിട്ട് ഇയാളെ കാണുമ്പോൾ ആളുകൾ മാറിപ്പോകും. ഇനി അഥവാ വിളിച്ചാലോ, നമ്മൾ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഇതുപോലെ ഏറാമല ബാങ്കിൻ്റെ സെമിനാറിന്, അല്ല രമേശ് ബാബുവിൻ്റെ സെമിനാറിന് വേണ്ടിയിട്ട് ഇവിടെ വരുമ്പം ബൈക്കിൽ നിന്ന് നടന്നു വരുമ്പോൾ നമ്മളെല്ലാം ഒരാളിൽ നിന്നിട്ട് അങ്ങ് ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടാവുമോ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു
ഒരനുഭവമാണ് ഈ നമ്മുടെക്കെതിരായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മേഖലയിൽ നമുക്ക് തളർച്ചയുണ്ടായി കഴിഞ്ഞാലും അത് പരിഹരിക്കാനുള്ള കഴിവ് ഈ സഹകരണ പ്രസ്ഥാനത്തിനുണ്ട്. ഇപ്പം നമ്മളെവിടെയും ഇപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, വടകര താലൂക്കിൽ 2 ബാങ്ക് പണ്ട് പൊളിഞ്ഞ് പാളീസായിട്ട് നിലത്ത് വീണ് കിടക്കുക. നിങ്ങൾക്കറിയാം, ആയഞ്ചേരിയിലും ചീക്കോന്നിലും ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ സർവീസിൽ ചേർന്ന കാലത്ത് ആണ് ഇത് പൊളിഞ്ഞു പോകുന്നത്. പിന്നെ തിരിച്ച് നടന്ന് പല വഴിക്ക് പോയി തിരിച്ച് വടകരയിൽ ഞാൻ AR ആയിട്ട് വന്നപ്പോഴും ആ ബാങ്ക് 2ഉം പഴയ സ്ഥിതിയിൽ തന്നെ കിടക്കാം. അപ്പോൾ ആ 2 ബാങ്കും ഇപ്പം ജീവൻ വെച്ചു. അപ്പോൾ എല്ലാ ഡെപ്പോസിറ്റർമാരുടെയും പൈസ 10-20 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ആ ബാങ്കുകൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മൾ തന്നെ പ്രാപ്തരാണ്. പക്ഷേ ഈ ശല്യം ഉണ്ടാകാതിരുന്നാൽ മതി. പിന്നെ നമ്മുടെ നിയമം പരിഷ്കരിക്കുമ്പോഴും നിലവിലുള്ള നിയമവും ഇനി പരിഷ്കരിക്കാൻ പോകുന്ന നിയമവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിൽ വരുമ്പം നല്ല ജനകീയ ഇടപെടലുകൾ ഉണ്ടാകണം. ഇപ്പോൾ നിയമസഭ പാസ്സാക്കി, ഇനിയിപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ പോവുകയാണ്. ചട്ടങ്ങൾ ഗവൺമെൻറ്റാണ് രൂപപ്പെടുത്തുക. നിയമം പാസ്സാക്കുന്ന സമയത്ത് സർക്കാർ ഒരുപാട് സെമിനാറുകളും യോഗങ്ങളും വിളിച്ചു. അതുപോലെ ഇനിയിപ്പം ചട്ടങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ജീവനക്കാരുടെ സംഘടനയുടേത്, സഹകാരികളുടെ മേഖലയിൽ നിന്ന്, പൊതുജനങ്ങളുടെ മേഖലയിൽ നിന്നെല്ലാം അഭിപ്രായം സ്വീകരിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇപ്പോൾ നേരത്തെ ഈ നമ്മുടെ ഇപ്പം പോയ നിയമത്തിൻ്റെ ചട്ടത്തിൽ സഹകാരികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും സഹായകമായ ഒരു റൂളുണ്ടായിരുന്നു. അതായത് സ്റ്റാഫ് പാറ്റേൺ ചട്ടം 158. എല്ലാ സംഘങ്ങൾക്കും രജിസ്ട്രാർ നിർദ്ദേശിക്കുന്ന ഒരു സ്റ്റാഫ് പാറ്റേൺ ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിയമം ഈ ഇതിനെപ്പറ്റി, സഹകരണത്തെപ്പറ്റി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ക്ലോസിന് തൊട്ട് താഴെ ഏതെങ്കിലും സൊസൈറ്റികൾക്ക് പ്രത്യേകമായ ഒരു സ്റ്റാഫ് പാറ്റേൺ വേണമെങ്കിൽ, ജീവനക്കാരനെ വേണമെങ്കിൽ അത് അനുവദിക്കാൻ ആർക്കധികാരമുണ്ട്? രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. പക്ഷേ ഒരു രജിസ്ട്രാറും എന്ത് ചെയ്യില്ല, ആ ഭാഗത്തേക്ക് പോകില്ല. അപ്പം അങ്ങനെ ഇവർക്ക് പോകാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം? അതിൽ ഈ നിങ്ങളുടെ സഹകരണ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഉദ്യോഗസ്ഥ സംവിധാനമായിട്ട് പോകാൻ പറ്റുന്നൊരു വകുപ്പല്ല. സഹകാരികളും ഈ ജീവനക്കാരും എല്ലാവരും കൂടെ ഉൾപ്പെട്ട ഒരു വകുപ്പാണ്. അപ്പോൾ അവിടെ നിങ്ങളുടേതായ ഇടപെടലുകൾ. അപ്പോൾ ഈ ഇടപെടലുകൾ വേണമെങ്കിൽ മാറി നിന്ന് കുറ്റം പറയുന്നതായിട്ടുള്ള ഇടപെടലുകളല്ല വേണ്ടത്. ഇതിനെപ്പറ്റി നന്നായി പഠിക്കുകയും അതിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി സൊസൈറ്റികളുടെ നിയമനം, ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ജൂനിയർ ക്ലർക്ക് മുതൽ അങ്ങോട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് വഴിയാണ്. അതുപോലെ മറ്റു സൊസൈറ്റികളുടെയും ജൂനിയർ ക്ലർക്ക് മുതലുള്ള നിയമനം പരീക്ഷാ ബോർഡിന് വിട്ടുകൊണ്ടാണ് പുതിയ ഇത് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിയമസഭയിൽ MLA-മാർ പറഞ്ഞ ആശങ്കകൾക്ക് അടിവരയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പരിഗണിക്കാം. അതായത് വനിതാ സംഘങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, വനിതയും അതുപോലെ തന്നെ എംപ്ലോയീസ്, അത് അങ്ങനെയുള്ള മറ്റു സംഘങ്ങൾ, ക്രെഡിറ്റ് ഈ വെൽഫെയർ സംഘങ്ങൾ, അവരുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച്, അതായത് വളരെ വീക്കായ സംഘങ്ങളിലൊന്നും പരീക്ഷാ ബോർഡ് വഴി വേണ്ട, അവിടെ ഭരണസമിതി തന്നെ നിയമനം. അതായത് നല്ല സാമ്പത്തിക ശേഷിയുള്ള സംഘങ്ങളിൽ മാത്രം പരീക്ഷാ ബോർഡ് വഴി നിയമനം നടത്തുക. അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ഈ സെമിനാറിനൊക്കെ വിളിക്കുമ്പം വീണ്ടും വീണ്ടും ഗവൺമെൻറ്റിനെ ഉപദേശിക്കണം.
ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ സെമിനാർ ഇവിടെ നടക്കുന്നത്. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും എന്നതാണ് സബ്ജക്റ്റ്. ഇവിടെ സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും സഹകരണ മേഖല അതിസങ്കീർണമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആ കനത്ത വെല്ലുവിളികളെ നമുക്ക് മുറിച്ചു കടക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്, പ്രത്യാശയുമുണ്ട് എന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യാശ എന്ന് പറയുമ്പോൾ ഏകദേശം 120 വർഷക്കാലത്തെ ഇന്ത്യയുടെ സമ്പന്നമായ സഹകരണ പാരമ്പര്യം, ആ പാരമ്പര്യം നമ്മോട് പറയുന്നത്, രാജ്യത്തോട് പറയുന്നത്, ആര് തന്നെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചാലും അത് മുറിച്ചു കടക്കാനുള്ള ശക്തിയും ഊർജവും കരുത്തും ഇന്ത്യയിലെയും കേരളത്തിലെയും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്നതാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രയായി 5 ദശാബ്ദക്കാലം സഹകരണ മേഖലയ്ക്ക് സർക്കാർ സ്ഥാപനങ്ങളെ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലെ പ്രത്യേക പരിരക്ഷയും സംരക്ഷണവും കിട്ടിയിരുന്നു എന്നത് നമുക്കറിയാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ പരിരക്ഷ ഇന്ത്യയിലെ സഹകരണ മേഖലയ്ക്ക് ലഭിച്ചിരുന്നു. അത് ഇന്ത്യയിലെ സഹകരണ മേഖല മുമ്പോട്ട് പോകുന്നതിന് കരുത്തു പകർന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. രാജ്യത്തെ മൊത്തം തൊഴിലിന്റെ 13% സംഭാവന ചെയ്യുന്നതും ഈ സഹകരണ മേഖലയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സഹകരണ മേഖലയെ ഒരു നിമിഷം കൊണ്ട് നമുക്ക് തകർക്കാൻ രാജ്യത്ത് ആർക്കെങ്കിലും തകർത്ത് കളയാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രത്യാശയുണ്ട്. ഈ വെല്ലുവിളികൾ ഉള്ള കാലഘട്ടത്തിൽ ഈ മേഖല ഒറ്റയടിക്ക് തകർന്നു പോയി ആർക്കെങ്കിലും അങ്ങനെ തകർത്ത് കളയാം എന്നാരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തകർക്കാൻ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയില്ല. പക്ഷെ നമ്മൾ വെല്ലുവിളിയുണ്ട്, അത് യാഥാർത്ഥ്യം നമ്മൾ കാണണം. ആ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും? ഒന്ന്, വലിയ വെല്ലുവിളി ഉണ്ടായത് ബാങ്കിംഗ് മേഖലയിലുണ്ടായ ഘടനാപരമായ മാറ്റങ്ങളാണ്. ആ മാറ്റം വന്നപ്പോ നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ബാങ്കുകളുടെ വായ്പ വിതരണം ചെയ്യുന്ന സംഘങ്ങളെ റിസർവ് ബാങ്ക് മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നത് കനത്ത വെല്ലുവിളി തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി സമീപകാലത്തുണ്ടായത് ഫെഡറലിസം. ആ ഫെഡറലിസത്തിനെതിരായി രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പുതിയ നിലപാടെടുത്തു മുമ്പോട്ട് പോയി. 1904 ഉണ്ടാക്കിയ സഹകരണ നിയമപ്രകാരം ഇത് സംസ്ഥാന വിഷയമാണ്. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾഡ് പ്രകാരം സഹകരണം സംസ്ഥാന വിഷയമാണ്. 97ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ വന്ന കേസ്, ആ കേസിന്റെ വിധി പ്രകാരം സഹകരണ മേഖല സംസ്ഥാനത്തിൽ നിക്ഷിപ്തമാണ്. പക്ഷേ കേന്ദ്രം ഭരിക്കുന്നവർ ആ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിന്റെ സ്വയംഭരണം, ഓട്ടോണമസ് ഭരണാധികാരം, അത് തകർക്കാൻ വേണ്ടിയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഏകീകൃത ബൈലോ വേണമെന്ന് കേന്ദ്രം ഭരിക്കുന്നവർ പ്രഖ്യാപിച്ചിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കുക, വയനാട്ടിലുള്ള ഒരു സഹകരണ സംഘത്തിന്റെ ബൈലോവിൽ ഉണ്ടാകുന്ന കാര്യം വടകര ടൗണിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘത്തിൽ ഉണ്ടാകണമെന്നില്ല. അവരെ കാപ്പി കൃഷിക്കാരുണ്ട്, തേയില കൃഷിക്കാരുണ്ട്, അതുപോലെ ആ മേഖലയിൽ ഒരുപാട് ആളുകളുണ്ട്. അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ
വയനാട്ടിലെ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൽ അതിന്റെ ബൈലോവിലുണ്ടാകുമ്പോൾ ആ ബൈലോ തന്നെ വടകരയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഈ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദീർഘകാലത്തെ അനുഭവം വെച്ച് ഞാൻ പറയും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളെ മുതലെന്താ? നമ്മളെ മുതൽ പണം മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളെ ബാങ്കിന് ഇന്ത്യയിലെ ഏറ്റവും നല്ല സഹകരണ സ്ഥാപനത്തിലുള്ള NCDCയുടെ അവാർഡ് കിട്ടി 2006. ആ അവാർഡ് കിട്ടിയ വിവരം ഞങ്ങൾ അറിഞ്ഞത് ഒരു സഹകരണ ഒരു പഠന ക്ലാസ്സിൽ വെച്ച്. അവിടെ വെച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന കോർഡിനേറ്റർ ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ മുതലെന്താണ്? ഞാനന്ന് ഉപയോഗിച്ച വാചകം, ഞങ്ങളുടെ പൂർവികരുണ്ടാക്കി വെച്ച ഗുഡ് വില്ലാണ് ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഏറ്റവും വിലപ്പെട്ട വസ്തു. ഓരോ സഹകരണ സ്ഥാപനത്തിലും നമ്മുടെ പൂർവികരുണ്ടാക്കി വെച്ച മഹത്തരമായൊരു മാതൃകയും പൈതൃകവും അത് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. സഹകരണ മേഖലയിൽ ഇതിനെ തകർക്കാൻ അതിന് കാരണമുണ്ട്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നതിനൊരു വ്യക്തമായ കാരണമുണ്ട്. ഇന്ത്യയിലെ മൊത്തം സഹകരണ നിക്ഷേപത്തിൻ്റെ മഹാഭൂരിപക്ഷവും ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ, ബാക്കി എല്ലാ സംസ്ഥാനത്തിലും കൂടി 40% താഴെയുള്ളൂ. ബാക്കിയൊക്കെ വിട്ടിയ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിക നിക്ഷേപമുള്ള ഇന്ത്യയിലെ ഏക സഹകരണ പ്രസ്ഥാനം കേരളത്തിലാണ്. ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണം മാർക്കറ്റിൽ ചൂതാട്ട കമ്പോളത്തിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ചെയ്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ആ ദുഷ്ടലാക്ക് മനസ്സിലാക്കി അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ കൂട്ടായ്മയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ലാഭകരമായി പ്രവർത്തിക്കുകയും തകർച്ചയെ നേരിടുകയും ചെയ്യുന്ന സംഘങ്ങളുടെ കൺസോർഷ്യമുണ്ടാക്കി അവരെയൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുക എന്നത് മാത്രമാണ് ഈ മേഖലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എല്ലാ നിയമങ്ങളെയും അതിജീവിക്കുക എളുപ്പമല്ലെങ്കിലും അതിനെയൊക്കെ മനക്കരുത്തോടുകൂടി നേരിട്ട് ഇതിൻ്റെ വിശ്വാസ്യത കൈമുതലാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് 37 വർഷക്കാലം ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച രമേശ് ബാബുവിന്, അദ്ദേഹത്തിന് സ്പേസ് ഉണ്ട്, അദ്ദേഹം ഇപ്പം തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ മേഖലയിൽ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തുടക്കം മുതലുള്ള സെക്രട്ടറി പി രമേശ് ബാബുവിന് ഓർക്കാട്ടേരി പൗരാവലി നൽകുന്ന യാത്രയയപ്പ് ചടങ്ങിനോടനുബന്ധിച്ചുള്ള സെമിനാറാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സെമിനാർ സഹകാരികൾക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച KP വിനോദൻ മാസ്റ്റർ സ്വാഗത സംഘത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ VK സന്തോഷ് കുമാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രി കൂത്തുപറമ്പ് MLA-യുമായ KP മോഹനാട്ടന് സ്വാഗത സംഘത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വിഷയാവതരണം നടത്തിയ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുൻ ചെയർമാനും MVR ക്യാൻസർ സെൻ്ററിൻ്റെ ചെയർമാനുമായ CN വിജയകൃഷ്ണൻ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ചർച്ചയിൽ പങ്കെടുത്ത AK അഗസ്തി സാർ, I മൂസ, EP ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർക്കും സ്വാഗത സംഘത്തിൻ്റെ നന്ദി അറിയിക്കുന്നു.